നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കുറേയേറെ ദിവസങ്ങളായെന്ന് എനിക്കറിയാം. കുറേയേറെ ദിവസങ്ങളായെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് ചാനലിൽ, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എന്താണ്, വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യവും എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു സാഹചര്യവും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. എൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ബാങ്കിലാണ്. അപ്പോൾ എന്തായാലും വരുമ്പോഴത്തേക്കും നല്ലൊരു ട്രാവലുണ്ട്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റുകൾ കാണുന്നുണ്ട് ഞാൻ. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു. അതിപ്പോൾ അങ്ങ് സാധിച്ചെടുക്കുക, ഞാൻ അതിനായിട്ടങ്ങ് ഇരുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് കരുനാഗപ്പള്ളി മെയിൻ ബ്രാഞ്ചിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു 5 ദിവസം തൃശ്ശൂർ വെച്ചിട്ട് ഫിനാക്കിൾ സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഴയ കൊല്ലം കരുനാഗപ്പള്ളി മെയിൻ ബ്രാഞ്ചിൽ തന്നെയാണ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അല്ല പോസ്റ്റിംഗ്, അവിടെ ട്രെയിനി ആയിട്ടാണ് ഇരിക്കുന്നത്. പോസ്റ്റിംഗ് എവിടെയാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നിമിഷം വരെയും പോസ്റ്റിംഗ് എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല. എന്തായാലും അവിടെ ആയിരിക്കില്ല, അവിടെ ഓൾറെഡി ഒരു അസിസ്റ്റന്റ് മാനേജർ മേഡം ഉണ്ട്. അപ്പം വേറൊരു ബ്രാഞ്ചിലായിരിക്കും നിയമനം കിട്ടുന്നത്. അത് കൊല്ലം തന്നെ ആയിരിക്കുമോ വേറെ ഡിസ്ട്രിക്റ്റ് ആയിരിക്കുമോ ഒന്നും അറിയാൻ വയ്യ. അത് വരുമ്പോഴേ എന്തായാലും അറിയത്തുള്ളൂ. നെക്സ്റ്റ് വീക്കോട് കൂടി അറിയാം എന്നൊക്കെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പോസ്റ്റിങ്ങും നമുക്ക് സ്വന്തമായിട്ട് ID ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ID ഒക്കെ കിട്ടാത്തത് കൊണ്ട് തന്നെ വളരെ ബോറടിച്ചൊക്കെയാണ് ബ്രാഞ്ചിൽ ഇരിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. സിസ്റ്റത്തിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ബ്രാഞ്ചിൽ ഇപ്പം. പിന്നെന്താണ്, പിന്നെ യാത്ര എനിക്ക് വലിയതായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൊല്ലം ടൗണിലാണ് താമസിക്കുന്നത്. അപ്പം കരുനാഗപ്പള്ളിയിലോട്ട് ഏകദേശം ഒരു 1 മണിക്കൂറോളം യാത്ര വരുന്നുണ്ട്. ആ യാത്ര എന്നെ വല്ലാതെ ഒലയ്ക്കുന്നുണ്ട്. എൻ്റെ ബോഡി എപ്പോഴും ഇപ്പം അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ചുമയും പ്രശ്നങ്ങളും പൊടിയൊക്കെ അടിച്ചുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് ഹെൽത്തിന്. അപ്പം ഞാനിപ്പം മനസ്സുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണോ പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടെ പോയി ഒന്ന് താമസിക്കാം എന്നുള്ള കാര്യമാണ്. കാരണം എൻ്റെ ജിമ്മിൽ പോക്കും ബാക്കിയുള്ള കാര്യങ്ങളും മോനുമായിട്ടുള്ള ടൈം സ്പെൻഡിങ്ങും ഒന്നും, ഏട്ടനുമായിട്ടാണെങ്കിലും മോനുമായിട്ടാണെങ്കിലും അവരുമായിട്ടൊക്കെയുള്ള ടൈം സ്പെൻഡിങ് ഒന്നും, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന സംഭവം ഇത്രയും യാത്രക്കിടയിൽ അങ്ങ് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എവിടെ ആണെങ്കിലും ഞങ്ങൾ 3 പേരും കൂടെ പോയി ബ്രാഞ്ച് ഏതാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി താമസിക്കും അതിനടുത്തായിട്ട് എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായി തീരുമെന്ന് അറിയില്ല. ആദ്യം അതിന് പോസ്റ്റിംഗ് എവിടാന്ന് അറിയണം. അപ്പം അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നുമല്ല, ഇതൊക്കെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തൃശ്ശൂർ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ഞാൻ ആദ്യമായിട്ടാണ്, കുഞ്ഞിനെ ഒരു വട്ടം പോയിട്ടുണ്ട് ഗുരുവായൂർ. വലിയ ഒരു 7-8 വയസ്സൊക്കെ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ തൃശ്ശൂർ പോകുന്നത്. തൃശ്ശൂർ ഞങ്ങൾ ആദ്യത്തെ മൺവിളത്ത് തിരുവനന്തപുരത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ചുണ്ടായ അതേ 30 പേരുണ്ടായിരുന്നു ട്രെയിനിങ്ങിനായിട്ട്. അപ്പം നല്ലൊരു വൈബായിരുന്നു, ഒരു കോളേജ് ലൈഫ് ഫീലൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു ആ 5 ദിവസം എന്ന് പറഞ്ഞാൽ. 5 ദിവസം പോയത് അറിഞ്ഞില്ല. പിന്നെ തിരിച്ച് വീണ്ടും അവരവരുടെ പഴയ ട്രെയിനിങ് കൊടുത്ത ബ്രാഞ്ചിലേക്ക് തന്നെ എല്ലാവരും പോയി, അതുപോലെ ഞാനും പോയി. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇപ്പം ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജോലി കിട്ടാത്തപ്പം ജോലി കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമം. ജോലി കിട്ടിക്കഴിയുമ്പം വേറെ എവിടെ ആയിരിക്കും പോസ്റ്റിങ്, അവിടെ പോയി എങ്ങനെ സെറ്റാവും, ജോലിയിൽ ഓരോ കാര്യങ്ങൾ, അങ്ങനെ ഓരോരോ ടെൻഷൻസ്. പിന്നെ നിങ്ങൾക്കറിയാലോ ബാങ്ക് ഫീൽഡും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷൻസ് വേറെയും ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ഫീൽഡാണ്, ഒബ്വിയസ്ലി അത് ഉണ്ടായിരിക്കുമല്ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് ASM കൊല്ലത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് ഫോളോ അപ്പ് ഒന്നും അത് കറക്റ്റായിട്ടൊന്നും PSC കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ASMൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ. ഞാൻ ലിസ്റ്റിൽ വരാനായിട്ട്, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ലിസ്റ്റിൽ വരാൻ തക്ക പരീക്ഷയൊന്നും ഞാൻ എഴുതിയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെന്താണ് പറയാനുള്ളത്, ഫസ്റ്റ് സാലറി കിട്ടിയായിരുന്നു. അത് വളരെ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു. ഞാൻ ഫിനാക്കിൾ ട്രെയിനിങ്ങിൽ തൃശ്ശൂരിൽ ഇരിക്കുമ്പോഴായിരുന്നു എനിക്ക് ഫസ്റ്റ് സാലറി വന്നത്. നല്ല എന്തായിരുന്നു, വല്ലാത്തൊരു ഫീലായിരുന്നു. ഞങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് വന്ന് ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. പിന്നെന്താ പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ്. നമ്മളിങ്ങനെ പ്രീ പ്ലാനഡ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ഞാൻ പ്രീ പ്ലാനഡ് ആയിട്ടല്ല ഇരിക്കുന്നത്, നിങ്ങളത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിൽ വരുന്ന അപ്പോൾ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കാണുന്നുണ്ട്, വന്ന് സംസാരിക്കാറുണ്ട്.
ഇപ്പം ബാങ്കിൽ ഇരിക്കുമ്പോഴാണെങ്കിലും വന്ന് സംസാരിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പിന്നെന്താണ് പറയാനുള്ളത്? പിന്നെന്താ, ഇപ്പം വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ടാവും. ഒരുപാട് പ്രധാനപ്പെട്ട പരീക്ഷകൾ വരുന്ന ഒരു സമയമാണ്. ഇപ്പം ഞാൻ ഈ ജോലിയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പം അതിൻ്റെ പുറകെ ഇങ്ങനെ പഠിക്കുക, പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് പോകേണ്ട ഒരു ടൈമായിരുന്നു. പക്ഷെ ദൈവം എന്നെ ഇവിടെ വെച്ച് നീ പഠിച്ചത് മതിയെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റിയിരുത്തി. എന്തായാലും ദൈവത്തിനോട് ഒരുപാട് നന്ദി. നമുക്കറിയാം, ഒരു ജോലി എന്ന് പറയുന്നത് ഒരുപാട് പേര് തീവ്രമായിട്ട് ആഗ്രഹിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ദൈവം എനിക്ക് സാധിച്ചു വന്നത്. ഞാനും ഒരുപാട് പ്രയത്നിച്ചിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. എന്നാലും ആ കിട്ടിയതിനെ നമ്മൾ ഒരിക്കലും താഴ്ത്തി പറയുകയോ തള്ളി പറയുകയോ ചെയ്യാൻ പാടില്ല. ഇപ്പം സ്ട്രെസ്ഫുൾ ജോബ് തന്നെയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ബാങ്കിങ് സ്ട്രെസ്ഫുൾ ആണോ എന്ന്. ഒബ്വിയസ്ലി സ്ട്രെസ്ഫുൾ തന്നെയാണ്. ബാങ്ക് ജോബ് ആകുമ്പം സ്ട്രെസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ കിട്ടിയത് എന്ന് പറയുന്നത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യം പിന്നെ അത് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ നല്ല വേറെ ഒരുപാട് സ്ട്രെസ് ആഗ്രഹിക്കും. ഇപ്പൊ ഏതൊരു ജോബിനാണെങ്കിലും എല്ലാ ഫീൽഡിലും സ്ട്രെസ് ഉണ്ട്. നമ്മളെ ഫിനാൻസ്, പൈസ കൈകാര്യം കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് കുറച്ചധികം നമ്മൾ കരുതലോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ബാങ്കിങ് ഫീൽഡിലുള്ളത്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം വേറെ ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതിയെടുക്കാൻ നമുക്ക് പിന്നെ ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് വേറൊരു പഠിത്തം സാധ്യമാവുമോ എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഐഡിയ ഒക്കെ കിട്ടി കറക്റ്റ് ആ ജോബിൻ്റെ ട്രാക്കിലോട്ട് വന്നു കഴിയുമ്പോഴേ എൻ്റെ തിരക്കിൻ്റെ ഇപ്പം അവരൊക്കെ ഇപ്പം ഞാൻ പോകുന്ന ബ്രാഞ്ചിൽ എനിക്ക് അറിയാൻ പറ്റും അവർക്ക് വേറെ അവിടെ വന്ന് കയറിക്കഴിഞ്ഞ് പോകുന്നത് വരെയും വേറൊരു കാര്യം ചിന്തിക്കാനുള്ള സമയം അവിടെ ഞാൻ കണ്ടിട്ടില്ല. അവർ ഓരോ മൾട്ടിപ്പിൾ വർക്ക്സ് ആണ്. ഒരു ജോലി മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൾട്ടിപ്പിൾ വർക്ക് ഇങ്ങനെ മാറിയും തിരിഞ്ഞും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പഠിത്തം സാധ്യമാവുമോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനിയും പഠിക്കൂന്നൊക്കെ. അത് ഇനി കണ്ടറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിത്തം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമുള്ള ഒരാളല്ലേ. പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അതിനിടയ്ക്ക് MCOM ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തായിരുന്നു ഞാൻ EPSC പഠിക്കാൻ വേണ്ടിയിട്ട്. MCOM ഒരു സെം ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അത് 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാൽ മതിയല്ലോ എന്ന് വെച്ച് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടായിരുന്നു. ഇനി അത് നടക്കുമോ? PSC തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ നല്ല ഡിഗ്രി ലെവൽ എക്സാം വിളിക്കുമ്പോൾ ഇപ്പം യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിനെയും കാട്ടി ബെറ്റർ ആണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ബെറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ പ്രയോറിറ്റീസ് അനുസരിച്ചിട്ടാണ്. ചിലവർക്ക് ഒരു പീസ്ഫുള്ളായിട്ട് അധികം ടെൻഷനൊന്നും ഇല്ലാതിരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. ഈ ചുമയൊക്കെ ഈ പൊടിയടിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ടാ യാത്ര ചെയ്ത് പറ്റുന്നതാ. ദിവസവും ഇതൊക്കെ തന്നെയാണ്. പിന്നെ അപ്പോൾ ഓരോ പ്രയോറിറ്റി ചിലവർക്ക് ഫിനാൻഷ്യലി ആയിരിക്കും സാലറി കൂടുതൽ കിട്ടുന്ന ജോബ്സിനോടായിരിക്കും താല്പര്യം. അത് ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്. എഴുതാൻ പറ്റുമെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ വേറെ എഴുതണമെന്ന് എനിക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. പിന്നെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യവും കാര്യങ്ങളും ഒന്നും ഇപ്പോഴും അറിയാൻ വയ്യ. അത് പോസ്റ്റിംഗ് ഒക്കെ കിട്ടിയിട്ട് ഒരു ബ്രാഞ്ചിൽ ഇരിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതപ്പം നോക്കാന്നുള്ള രീതിയിൽ ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പം പോകുന്നത്. പിന്നെന്താ പറയാനുള്ള, പിന്നെ ഒരുപാട് അമ്പലങ്ങളിൽ എനിക്ക് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അടുക്കി ഇപ്പം 2 അമ്പലങ്ങളിലെ നേർച്ച ഞാൻ ചെയ്തു. ഇനിയും ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇനിയിപ്പം നാളെയും മറ്റന്നാളും എനിക്ക് ഓഫാണ്. സെക്കൻഡ് സാറ്റർഡേയും സൺഡേ അല്ലേ വരുന്നത്. അപ്പം പൊതു അവധിയല്ലേ. അപ്പം ആ സമയത്തൊക്കെ പോയി ഇങ്ങനെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ ഇനി വിട്ടുപോയോ മറന്നുപോയോ എന്നൊക്കെ സംശയം. എവിടെ എഴുതിയും വെച്ചിട്ടില്ല. അപ്പോഴത്തെ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ദൈവമേ എന്നും പറഞ്ഞിട്ട് അങ്ങ് നേരുന്നതാണ്. എന്നാലും ഓർമ്മയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓർമ്മയുള്ളതെല്ലാം ഈശ്വരന് വേണ്ടി ചെയ്യും. ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം എന്തായാലും എൻ്റെ ഈ ഒരു ജേണിയിൽ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. എന്നെ ഒരുപാട് സാഹചര്യങ്ങളിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ദൈവം. എനിക്കത് ഒരുപാട് ഫീൽ ചെയ്തു. എനിക്ക് അപ്പം വിഷമം തോന്നുമെങ്കിലും പക്ഷെ ദൈവം എന്നെ അവിടുത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ദൈവം ആക്ച്വലി എന്നെ അവിടെ സേവ് ചെയ്താണ് വെച്ചിരുന്നത്. നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ലൈഫ് ഇങ്ങനെ മാറിയേനെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയേനെ. അതുകൊണ്ട് ദൈവം എന്നെ അവിടുന്ന് പിടിച്ചു മാറ്റിയതാന്നുള്ള കാര്യം എനിക്ക് പല ഘട്ടങ്ങളിലും തോന്നിയിട്ടുണ്ട്. അപ്പം ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗം തന്നെയാണ്.
പിന്നെ നിങ്ങളുടെ സ്നേഹം അത് ഇനി എത്ര വട്ടം പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. കമൻറ്റിലൂടെ ആണെങ്കിലും മെസ്സേജിലും ഇപ്പോൾ ഒരുപാട് മെസ്സേജ് എനിക്ക് വന്ന് ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും മെയിലായിട്ടും ഒക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്കത് ആക്ച്വലി വായിക്കാനുള്ളൊരു സമയമില്ല. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടിയ ഇരുന്ന് ഉറങ്ങുക എന്നുള്ളൊരു, എനിക്ക് ഉറങ്ങാനേ പറ്റും. എനിക്ക് ഫോണിലൊന്നും നോക്കുന്നത് ഒന്നാമത്തെ കാര്യം ഭയങ്കര കുലുക്കമാണ്. എനിക്ക് ബസ് യാത്ര പണ്ടേ ഇഷ്ടമല്ല. ഒരുപാട് ലോങ്ങിൽ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളും ഒക്കെ വരും. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇത്രയും യാത്ര ചെയ്തിട്ട് ബസ്സിൽ പോയി തുടങ്ങിയിട്ട് പോലും എനിക്ക് ആ ഒരു ഫീലിങ്ങിലൊന്നും മാറ്റമൊന്നും ഇല്ല. ഇപ്പം എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്നും എന്താണ് ഈ യാത്രയൊന്ന് അവസാനിപ്പിക്കണം. ഇപ്പം എവിടെ ജോലി കിട്ടിയാലും ഞങ്ങൾ 3 പേരും കൂടെ പോവാന്നുള്ള രീതിയിൽ, പിന്നെ ഏട്ടനെ ഒരു ജോബൊക്കെ അവിടെ പതുക്കെ സെറ്റ് ചെയ്താൽ മതിയല്ലോ. മോൻ അവിടെ ഒരു സ്കൂളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇവിടുന്ന് മാറാം. ഇവിടെ എന്തായാലും റെൻറ്റിനല്ലേ, അപ്പം അവിടെയും റെൻറ്റിനെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ യാത്ര എനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ട്. പിന്നെ ബാക്കി ജിമ്മും കാര്യങ്ങളും വർക്ക് ലൈഫ് ബാലൻസും ഒക്കെ പോകണമെങ്കിൽ നമ്മൾ അതിനടുത്തായിട്ട് തന്നെ ഒരു വീടെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതൊക്കെ എങ്ങനെയായിട്ട് വരുമെന്ന് എനിക്ക് അറിവിടെ. എന്തായാലും പോസ്റ്റിംഗ് ആവുമ്പോഴും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുമ്പോഴും എല്ലാം ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഇങ്ങനെ മനസ്സിലോട്ട് ഓടി വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ പറയാനുള്ളത്, പരീക്ഷകളുടെ കാര്യം. പിന്നെ നമ്മുടെ കോഴ്സൊക്കെ ഞാൻ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ പതുക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നതിൻ്റെ തലേന്ന് തന്നെ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോഴ്സ് ഇപ്പോഴും തീർക്കാനുണ്ട്. SCRT കോഴ്സും, അതായത് SCRT കോഴ്സ് 8th സ്റ്റാൻഡേർഡ് വരെ എത്തിയിട്ടുണ്ട്. 8th പാർട്ട് 2 വരെ എത്തിയിട്ടുണ്ട്. ഇനി അതും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 9ഉം 10ഉം കൂടെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ CBLGS മറ്റേ കമ്പനി ബോർഡ് LGSൻ്റെ 2 കോഴ്സുണ്ട്. അതിൽ ബാച്ച് 1ൽ ഏകദേശം ഒരു 85% കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാച്ച് 2 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ. അപ്പം ഇത് രണ്ടും എനിക്കിനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഒരു സൈഡിൽ കൂടെ അവരെ പഠിപ്പിക്കുന്നത് കൊണ്ട് പഠിത്തം അങ്ങനെ പൂർണ്ണമായിട്ടും വിട്ടു മാറി എന്ന് പറയാനും പറ്റത്തില്ല. ഇപ്പം പഠിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പം അത് അങ്ങനെ 2 കോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ, എനിക്ക് പഠിത്തം ഈ PSC ആയിട്ടുള്ള ഫുൾ ടച്ച് ഇത്രയും നാൾ വിട്ടുവരും. പക്ഷേ കുറച്ച് ടച്ച് ആ ഒരു കോഴ്സുകൾ ഉള്ളത് കൊണ്ട് നിലനിർത്തി പോകുന്നുണ്ട് ഇപ്പോഴും. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ. പഠിപ്പിക്കുമ്പോൾ എനിക്കിപ്പോൾ ആ ഒരു പഴയ ഇതിനേക്കാട്ട് കൂടുതൽ സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ഫീൽഡിലോട്ട് നിൽക്കുന്ന കണക്കൊരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട് പഠിപ്പിക്കുന്നത് കൊണ്ട്. പിന്നെ എന്താ, പിന്നെ ഈ കോഴ്സുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും ഞാൻ ഇനി പുതിയ കോഴ്സൊന്നും എടുക്കത്തില്ല. അപ്പോൾ ടച്ച് എന്തായാലും പോവുമായിരിക്കും. എന്തായാലും എന്താണ് കറണ്ട് അഫയേഴ്സൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നിർത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊക്കെ സാധിക്കാൻ പറ്റട്ടെ. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി എനിക്കുണ്ട്. പിന്നെ നന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറവായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ എന്താണ് നന്ദി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരുപാട് കുറവാണ് അതൊക്കെ. അതൊന്നും ഒരു വാക്കിലൊന്നും ഒതുക്കേണ്ട കാര്യമൊന്നുമല്ല. ഇപ്പം ഓരോരുത്തരൊക്കെ ഇപ്പം തൃശ്ശൂർ പോയപ്പം തന്നെ എന്നോട് വന്ന് കണ്ട് സംസാരിച്ചവരുണ്ട്. ഇപ്പം എവിടെ പോയാലും കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ പോയാലും ആരെങ്കിലുമൊക്കെ എന്നെ തിരിച്ചറിയും എന്നുള്ളത് അത് ഓർക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമല്ലേ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ. അതൊക്കെ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കിട്ടിയത്. ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടത്തേ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര 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 സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തർ എന്നെ ഞാനാക്കി മാറ്റിയതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. എൻ്റെ ഉള്ളിലെ കോൺഫിഡൻസ് വളർത്തിയതും എന്താണ് എന്നെ ഇങ്ങനെ ഒരു ആരതിയാക്കി മാറ്റിയതിലൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും തീരത്തില്ല. എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. എത്ര പറഞ്ഞാലും തീരത്തില്ല. ഒരു കോടി നന്ദി എല്ലാവർക്കും. എന്നോട് ഇപ്പോഴും ഇങ്ങനെ സപ്പോർട്ടായി നിൽക്കുന്നതിന്. ഞാൻ ഇടയ്ക്കൊക്കെ ഷോർട്സ് ഇടുമ്പോഴും, ഇന്നലെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു, ഷോർട്സൊക്കെ ഇടുമ്പോഴൊക്കെ നിങ്ങളുടെ സ്നേഹമൊക്കെ ഞാൻ അറിയുന്നുണ്ട്, കമൻറ്റിലൂടെ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തോന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എന്നാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി പോസ്റ്റിംഗ് ഇതുവരെ ആയിട്ടില്ല. പോസ്റ്റിംഗ് ആകുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ അറിയിക്കാം എവിടെയാണെന്നൊക്കെ. തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ അറിയിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.